അങ്ങനെ ഗൈസ് നമ്മള് ഗുലാബി നൈറ്റിന്റെയും ബോളിവുഡ് നൈറ്റിന്റെയും ഓർണമെന്റ്സ് മുഴുവൻ അവിടെ എത്തിയിരിക്കുകയാണ്. കവറാണ് ഗൈസ് ഇത്. ഞങ്ങൾ ഇങ്ങനെ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ കൂടി കാണിച്ചു അതിലെ നിങ്ങൾ പറഞ്ഞിട്ടേ ഒരു കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം കാണിക്കണം എന്നുള്ളത്. അപ്പൊ ഞങ്ങളെ ഒരു മെയിൻ കാര്യമാണ് ഇത്. അതായത് ഗുലാബിന്റെയും മെഹന്തിന്റെയും ഒക്കെ ബോളിവുഡ് നൈറ്റ്, ബോളിവുഡ് നൈറ്റിന്റെ ഒക്കെ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും ഇങ്ങനെ ഇരുന്ന് നോക്കി സെലക്ട് ചെയ്ത സാധനങ്ങളാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് എത്തുകയും ചെയ്യും. ഇന്ത്യയുടെ സമയത്തേക്കാട്ട് കുറെ ഓപ്ഷൻസ് ഒരു ടൈപ്പ് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ എനിക്ക് തോന്നുന്നതൊക്കെ പുതുതായിട്ട് ഈ അടുത്ത് വന്ന സാധനങ്ങളാണ്. അറിയോ ഇപ്പൊ നല്ല എന്താ പറയാ ആ ഒരു തീമിനോട് മാച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങി കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടി. അത് കണ്ടപ്പോ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിന്റെ ഭംഗി നിങ്ങൾ നേരിട്ട് കണ്ടറിയണം. അതാണ് അതിന്റെ ഒരു ഭംഗി. ഞങ്ങളെല്ലാം കൂടെ നേരെ ടേബിളിന്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാമല്ല, ഇത് മേക്കാൻ മുതൽ നെട്ടിച്ചുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്ന് എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങ് കാണിച്ചത് ഗൈസ്. ഞങ്ങള് മൊത്തത്തിൽ ഇവിടെ ഓർണമെന്റ്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കാണുന്നത് മൊത്തം ഹൽദി അല്ല ഗുലാബിന്റെതുണ്ട്, പിന്നെ ബോളിവുഡ് നൈറ്റിന്റെതുണ്ട്, ഫോട്ടോഷൂട്ടിനുള്ളത്. ഇത് ഗുലാബിന്റെതാട്ടോ. ഇവരെ രണ്ടാളതുമാണ്. ഈ ഗുലാബി നല്ല രസമുണ്ട് കാണാന്, നല്ല രസമുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലത്തെ മാല കണ്ടോ. ഇതൊക്കെ ഇടാൻ വേണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഞങ്ങൾ ആ ഡ്രസ്സിന്റെ കൂടെ അതേ കോമ്പിനേഷനിലുള്ള മാല കേട്ടോ. ലൈറ്റ് പിങ്കും ലൈറ്റ് ഗ്രീനും അല്ലേ, അതിനൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് സാരികളോ. അതെ, ഇതിന്റെ ഇതേപോലെ തന്നെ ചുട്ടിയും വരുന്നുണ്ട്, ഇയറിംഗും വരുന്നുണ്ട്. അത് ഏതൊക്കെയോ ഉണ്ട്. ഓരോന്നായിട്ട് നാഗവല്ലിന്റെ പോലെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സാധനം. ഇതിപ്പോ ഏതാ ശ്രീ? ഇത് ചുട്ടിയല്ലേ? ഇത് അതിന്റെ കമ്മല് കണ്ടോ. എനിക്ക് ഫസ്റ്റ് കണ്ട സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ നല്ല രസം കിട്ടും അത് കാണാന്. ഞങ്ങളിത് തപ്പുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഫീഡിൽ വരുന്നത് ഇങ്ങനത്തെ സാധനമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സിന് കറക്റ്റ് മാച്ച് വരുന്നു. അങ്ങനെ തന്നെ ശ്രീ ഓർഡർ ചെയ്തു. പിന്നെ ഇതില്ലേ, ഇത് സേവ് ദ ഡേറ്റിനുള്ള കമ്പലാണ് കേട്ടോ. ഇത് 2 ദിവസം മുന്നേ ഓർഡർ ചെയ്ത്. 2 ദിവസം മുന്നേ, ജസ്റ്റ് 2 ദിവസം. ഇങ്ങനെ വെക്കണം, ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കണം. മുടിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് വിചാരിച്ചത്. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാല് മറ്റന്നാളാണ്. അപ്പൊ നമുക്ക് നേരമില്ല. ഇതാണ് ഒന്ന് പൊട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് രാത്രി എന്നിട്ട് ഇനി ഞങ്ങൾക്ക് ഇത് റെഡി ആക്കാനും ഉണ്ട്. ഇങ്ങനെയുണ്ട്. നല്ല രസമല്ലേ? ഭയങ്കര ഇഷ്ടമായി. വിചാരിക്കുന്നു കമ്മലുണ്ടെങ്കിൽ ആ ഒരു തീം മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. ഇത് ബോളിവുഡ് നൈറ്റിലുള്ള എന്താണ് ചുട്ടിയാണ്. അപ്പൊ ഇത് ആർക്കും ഇതുവരെ തീരുമാനമാക്കില്ല. ഞങ്ങൾക്കാണ് 2 ഓർഡർ ചെയ്തത്. നല്ലത് എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് ഞാൻ ഒന്ന് വെച്ചോക്കട്ടെ. പിന്നല്ലേ, ഇത് എന്റെ ബോളിവുഡ് നൈറ്റിന്റെ കമ്മലായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഇത് അതായത് ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടില്ല, പക്ഷെ ഓർണമെന്റ്സ് കാര്യം നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3-4 ദിവസം ഒക്കെ വേണം. കാര്യം വന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ തിരിച്ചയച്ചിട്ട് പിന്നെ ഓർഡർ ചെയ്ത് കളിക്കണം. അപ്പൊ അതുകൊണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾക്കുള്ള ഒരു ധാരണ വെച്ചിട്ട്. അതെ, എല്ലാം റെഡിയായി. ഇതാണ് ഗൈസ്. ഇത് ലോങ് കമ്മൽ. ഈ ലോങ് കമ്മലിന് ഒരു സിമ്പിൾ ആയിട്ട് ചുട്ടിയെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അതാണെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഗോൾഡിന്റെ ചുട്ടീന്റെ ആയിരിക്കും രസമാവും, ഭംഗിയാവാം. എന്നുവെച്ചാൽ നീ ഫുള്ള് ഗോൾഡ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മാല, പിന്നെ ഇതേ ഗോൾഡിന്റെ ഈ പ്ലേറ്റ് വരുന്ന പോലത്തെ തന്നെ ചുട്ടി, അങ്ങനെ പെയർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാൻ തോന്നുന്നു ജസ്റ്റ് കണ്ണാടി നോക്കട്ടെ. ഇതും ക്ഷമിക്കുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ നല്ല ഹിന്ദി പാട്ടൊക്കെ കേൾക്കുമ്പോ കാണുമല്ലോ, നല്ല ചുരിദാറൊക്കെ ഇഷ്ടായിട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കറക്റ്റ് ആയി വന്നേ. ഇത് വാങ്ങാമല്ല ഇത് നേരത്തെ ഷാമി വെച്ചോക്കെ ചുട്ടിയെ കഴിച്ച്. ഇത് എനിക്കും ശ്രീക്കും കൂടി ഓർഡർ ചെയ്തതാണ്. കാര്യം ഞങ്ങൾക്ക് മെഹന്തിക്ക് വേണ്ടിട്ട്. ഞങ്ങളത് മറ്റേ അന്ന് കാണിച്ചതില്ലേ ഒരു വയലറ്റ് പോലത്തെ. അപ്പൊ ഇതിന് നല്ല രസമുണ്ടാവും. ഇങ്ങനെ ബ്രൈഡ്സ്മെയ്ഡ്സ് ഇങ്ങനെ ഇതെടുക്കാം. ഷാമിക്ക് ഗോൾഡ് പ്ലേറ്റ് തന്നെ അതിനോട് മാച്ച് ആവുന്നില്ല. ഡ്രസ്സിന്റെ എന്ന് വെച്ചാൽ ഡ്രസ്സ് ഡൈ ചെയ്തിട്ട് കളേഴ്സ് നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഡ്രസ്സിന്റെ മുന്നേ ഞങ്ങൾ ഓർണമെന്റ്സ് ഓർഡർ ചെയ്തത്. അപ്പൊ ഡ്രസ്സിന്റെ ഡൈ ചെയ്ത കളർ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനോട് ഈ കമ്മലൊക്കെ ഒന്ന് വെച്ച് നോക്കാം, ചേരുണ്ടാവും. ചേരുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇത്
ഇതും കൂടെ ഒന്ന് വെച്ചോട്ടെ. ഇത് വേറെ ഇത് വേറെ. അല്ല ഇത് വേണമെങ്കിൽ ഇത് എവിടെയാ? ഇത് ഇതിനുള്ളതല്ല. ഇങ്ങനെയോ? ഇതോ ഇത് എന്നിട്ട് അമർത്തണം. ഇങ്ങനെ ഇങ്ങനെ. എടാ അത് അങ്ങനെയല്ലടാ. ഇത് ഇവളെന്തൊക്കെയാ ചെയ്യണം ഞാൻ പറഞ്ഞതാ. ഇത് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ വേണം. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത് ഇതെന്താ ഇങ്ങനെയെന്ന്. ഇത് ഇങ്ങനെ ഇത് മൂക്കുത്തി. പശുവിനമ്മ അമർത്തരി നല്ലോണത് വീഡിയോ അത് അത് അപ്പൊ 5 അമർത്തി തരും. അല്ല വേദന ആവാനോ ഷാർപ്പ് എഡ്ജ് അല്ലല്ലോ ഇനി. അല്ല അല്ല വേദനാവും ഓർത്ത് വേദനാവും. അടുത്തത് ഗൈസ് ഈ ഒരു ചുട്ടിയാണ്. പക്ഷെ ഇതൊരു വൈറ്റ് ബീഡ്സ് ആണ് വരുന്നത്. ഷാമിക്ക് വേണ്ടത് ഒരു ആന്റിക് ആയിരുന്നു. ഞാൻ ആന്റിക് എന്ന് വെച്ചിട്ട് അടുത്തത് ഓർഡർ ചെയ്തതാണ് ഇത്. ഇതാണ് മഞ്ഞ ഗോൾഡ് ആയിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഒരു സാധനം വേണേ. അതെ അത് കിട്ടിയില്ല. ഇത് നോക്ക്. പക്ഷെ രസമുണ്ട്. ഗോൾഡാ. രണ്ട് കളർ. ഇത് കുറച്ച് ചെറുതന്നെ നന്നേനു. ഈ വട്ടം ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കമ്മൽ എൻ്റെ അടുത്തുണ്ട്. അത് പൊട്ടിച്ചിട്ട് ഈ സാധനം കമ്മലിന് ജോയിൻ ചെയ്തിട്ട് അതാവുമ്പോ ആ കമ്മല് നമ്മുടെ കോപ്പറ വരുന്നേ. അതായിരിക്കും നല്ലതാണ്. ഇത് നോക്ക്, ഇതൊന്ന് നോക്ക്, ഇതില്ലാതെ തന്നെ നോക്ക്. അത് രസമുണ്ട്. ഇത് വീണ്ടും ചേരുന്നില്ലേ? അടുത്തത് എന്റെ ഗുലാബിന്റെ ഓർണമെന്റ്സ് കാണിച്ചു തരാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ ആ ഒരു 2 കളർ തീമിനോട് കൂടെ മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് വാങ്ങിച്ചത്. നോക്കൂ കളർഫുൾ ഫ്ലവേഴ്സ് ആണ്. അതായത് ഗുലാബി എന്ന് പറഞ്ഞാല് ഫ്ലവേഴ്സിന്റെ ഒരു സെലിബ്രേഷൻ എന്നാണ് അർത്ഥം. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആട്ടോ. മൊത്തം ഹാൻഡ് മെയ്ഡ് ആണ്. അതിന്റെ തന്നെ ഭംഗി എനിക്ക് കാണാനുണ്ട്. ഫുള്ള് സ്റ്റോൺസും സീക്വൻസും ബീഡ്സും എല്ലാം കൂടെ അറിയോ. അതായത് ഒടിച്ചു നടക്കുക. ആദ്യം അതാണ് ഞാൻ മറന്നുപോയി. ഇത് എക്സൈറ്റ്മെന്റ് കൊണ്ട് ആദ്യം തിരിച്ചിട്ട് ഇത് കണ്ട ഗൈസ്, ഇങ്ങനെയാണ് കയ്യിൽ ഇത് ഉണ്ടാവുക. ഇത് മൊത്തത്തിൽ ഞാനിങ്ങനെ മൊത്തിലും മറ്റേ നിറഞ്ഞിങ്ങനെ നിൽക്കാതുണ്ടോ. അതിന്റെ അടുത്തൊരു പെയറാണ് ഇത്. ഇതിനെന്തൊരു പ്രശ്നം പറ്റി അത് നമുക്ക് നന്നാക്കണം. അതായത് ഗൈസ് ഇന്നലെ ഈ ചുട്ടി കണ്ട സമയത്ത് ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഇത് കുറച്ചൊന്ന് ക്രൗഡഡ് ആയിട്ട് ഈ ഒരു പോർഷനിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഹാൻഡ് മെയ്ഡ് ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒന്നും കൂടെ ഓർഡർ ചെയ്തു. അപ്പൊ അത് വെച്ചിട്ടൊന്ന് നീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാണുമ്പോ കുഴപ്പമില്ല. അത് ഇന്നലെ നമ്മൾ ആ ബാൻഡും കൂടെ വെച്ചില്ലേ, അപ്പൊ എല്ലാം കൂടെ വെച്ചപ്പോ ഇങ്ങനെ ക്രൗഡഡ് ആയി ഫീൽ ചെയ്താ തോന്നുന്നത്. അപ്പൊ ബാൻഡ് നമുക്ക് ഹെയറിന്റെ ബാക്കിൽ എങ്ങാനും കൊടുത്തിട്ട് ഹെയറിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെ നിന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള പിങ്കും വയലറ്റും കൂടെ ചേർന്നിട്ടുള്ള ചെറിയൊരു സാധനം മാലയായിട്ട് കിട്ടിയത് വളരെ സ്ലിം ആയിട്ടുള്ള സാധനം. ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയൊരു തിളക്കം അങ്ങനത്തെ ഒരു അത് മതി, ചെറിയൊരു തിളക്കം. അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഗുലാബിന്റെയും ബോളിവുഡ് നൈറ്റിന്റെയും ഓർണമെന്റ്സ്. ഞങ്ങളിങ്ങനെ നിരത്തി വെച്ചതാ. കണ്ടു ഇതിപ്പോ വിൽക്കാൻ വെച്ച പോലെ. ഇതൊക്കെ ഒരുപാട് രാത്രികളിൽ ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പിന്നെയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓർഡർ ചെയ്ത പിന്നെയും മാറ്റി അങ്ങനെയൊക്കെ ഞങ്ങൾ ഓർഡർ റിസൾട്ടാണിത്. പിന്നെ ഈ കമ്മല് ഗൈസ്, ഈ കമ്മലിക്ക് എന്തൊരു ഇഷ്ടം അതറിയോ. ഞാൻ കാണിച്ചു തരാം. ഇതെന്തൂര് ഇതങ്ങനെ ഫുള്ള് ഫ്ലവേഴ്സ് ഒക്കെ ഒരേ തീമിലുള്ള ഒരേ കളേഴ്സിലുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വാങ്ങിയതാണ് കേട്ടോ. സംഭവം ഇത് ഒരൊറ്റ സെറ്റ് ആയിട്ടുള്ളതല്ല, സെപ്പറേറ്റ് വാങ്ങുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് നോക്കി ഈ സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ ഒന്നാക്കിയിട്ടാണ് ഇപ്പൊ ഇത് ഓർഡർ ചെയ്തത്. ഇത് ചെറുതായിട്ടൊന്ന് കുടുങ്ങി പോയിണ്ടേ. അതായത് ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇതിനോട് മാച്ച് കണ്ടോ, ഇതേ കളേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് മൊത്തം ഓർണമെന്റ്സ്. ഞാൻ കൈയൊക്കെ ഫുള്ളൊരു വയലറ്റും പിങ്കും കളറില്. ഇതുണ്ടോ ഈ കമ്മല് മതി. മാല എന്തും വേണമെന്നില്ല വേറെ. മാല ഇതിന് ഞാൻ കണ്ടില്ല. ഇതുണ്ടോ മാല കാണൂല, അത് കമ്മൽ തന്നെ മതി. ചുട്ടി എല്ലാം കൂടെ വന്നിട്ട് സാധനം കൂടി ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും തലയിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ വെക്കുന്നത് ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും. പക്ഷെ സംഭവം ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നോണ്ടാ നമ്മള് ഫുള്ള് ഒരുങ്ങി ആ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഗുലാബിന്നുള്ള ആ തീമിനോട് കയറി കഴിഞ്ഞാൽ എന്തിട്ടാലും മതിയാവില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് ഒന്നെങ്കിലും ഇവിടെ വെക്കുക, അതല്ലെങ്കിൽ മുടിയിൽ പുറകിൽ നമ്മൾ ഇങ്ങനെ വെക്കൂലേ, ഇങ്ങനെ വെക്കൂലേ, മുടിയെല്ലാം എന്തെങ്കിലും സ്റ്റൈൽ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഷാമി പറഞ്ഞ പോലെ വേണേ നെക്ലേസ് ആക്കാം. പക്ഷെ നെക്ലേസിന്റെ ആവശ്യമില്ല, കാര്യം കമ്മൽ തന്നെ ഇതുവരെ കിടക്കുന്നത്. അപ്പൊ എല്ലാം കൂടി ക്രൗഡഡ് ആയി പോകും. ചിലപ്പോ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ ആ ഒരു കളറിൽ നോക്കി വെക്കാം. ഞാൻ
ഇതാണ് എന്റെ ഗുലാബിന്റെ എന്താ പറയാ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സിലാട്ടോ ഇതൊക്കെ കിട്ടി. ഞാൻ വിചാരിച്ച പോലെ തന്നെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടി. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതേണ്ട ചുട്ടി ഇതാണ് കേട്ടോ. ചുട്ടീൻ്റെ തന്നെ ശ്രീക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആ അപ്പൊ ശ്രീക്ക് ഈ മുത്തുകളൊക്കെ ഒന്ന് സെറ്റിൽ ആക്കണം തോന്നുന്നല്ലേ. ഇനി ഇതിലേക്ക് ഇവിടെ നേരത്തെ ആ ഒരു ബാൻഡ് വെച്ചില്ലേ, ആ ബാൻഡ് വരാനുണ്ട്. പിന്നെ മാല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി ഗൈസ്, ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ ചെറുതായിട്ടൊരു സ്ലിം ആയിട്ടുള്ള ഒരു സാധനം. ഇവള് ഗുലാബിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. നോക്ക് നല്ല രസമുണ്ടാവൂലേ. അതായത് ഞങ്ങളുടേത് എന്താണ് പിങ്കും ഗ്രീനും തീമാണ് ഞങ്ങളുടെ ഡ്രസ്സ് ഈ വരുന്നത്. പിങ്കും ഈ ഒരു ഗ്രീനും ഈ കളറിലാണ് വരത് വരുന്നത്. മൊത്തം തന്നെ ഒരു ബ്ലെൻഡ് ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഗുലാബി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർ ആ ഒരു ഷെയ്ഡും ഭംഗിയും. ഗുലാബി എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ എല്ലാരും ഫ്ലവേഴ്സ് ആണ്. ഇതൊരു ടുലിപ്സ് ഫ്ലവർ ഒക്കെ പോലെ ആ ഒരു കളർ ഷെയ്ഡില്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു റോസ് പൂ അങ്ങനത്തെ ഒക്കെ ഒരു റോസ് പൂ അങ്ങനത്തെ ഒക്കെ ഒരു സാധനങ്ങളിലും പോയി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ വിചാരിച്ച ഓർണമെന്റ്സ് എങ്ങനെ കിട്ടി. ഓർഡർ ചെയ്തതൊന്നും ഇപ്രാവശ്യം പാളിയില്ല, ഒന്നുപോലും പാളിയില്ല. ദൈവം സഹായിച്ചിട്ട് അവലേട്ടാ അങ്ങനെയുണ്ട് ഞങ്ങളെല്ലാം കൂടെ. ഞങ്ങളെല്ലാവരും ഒരു പൂങ്കാവനത്തിലുള്ള വരിണ്ടാവും. നമുക്കൊരു കുർത്ത മാത്രടാ. മാലട്ടോ വളട്ടോ സിമ്പിൾ. മാലയിടാലോ. മാലയൊക്കെ ഇട്ടൂടെ. ആ മാലയുടെ ജെൻസിന് മാലയിടോ, നല്ല രസത്തിൽ ഇങ്ങനെ ഇടാലോ. മാല വേണക്കാക്ക നേരത്തെ മൂക്കുത്തിക്കാക്ക എടുത്തിട്ടോ. ആ ശരി, ഞാൻ മുക്കുത്തിട്ടിട്ട് വരാം. നമ്മൾ വീട്ടിൽ നിന്നുള്ള ഓർണമെന്റ്സിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതായത് ഷാമിക്ക് ഫോട്ടോഷൂട്ടിന് ഒരു ടിക്ക വേണം. അപ്പോൾ ആ ടിക്ക നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ടിക്ക ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത് കൊള്ളാലോ, നല്ല രസമല്ലേ? നല്ല രസമല്ലേ? ഇതിന് 99 ആണ്. എടാ നോസ്പിന്നും കൂടെ, നോസ്പിൻ ഉണ്ടാവും കുറച്ച് എന്താ പറയുക ട്രഡീഷണൽ. ആ ചെറിയ റിങ്ങിൽ ഇങ്ങനെ വന്നിട്ടുള്ള അത് കുറച്ചുകൂടെ വലുതാണ്, പക്ഷെ അതും രസമുണ്ട്. എനിക്ക് ഈ മുത്തിങ്ങനെ അത് തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി. അതിന്റെ ചെറുതുണ്ടോ നോക്കി നോക്കൂ. ഇത് ആ ഒരു തീമിലേക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ വേറെ ആവുന്ന കൂടി നേരെ നിൽക്കുന്നില്ല. അതിങ്ങനെ ഓടിയിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാവും. അതേ ഉള്ളൂ. രസമുണ്ട്. അത് മതി, അത് രസമായി. അപ്പൊ ടിക്ക കിട്ടി. ഇതൊക്കെ കുഞ്ഞായിട്ടുള്ള ടിക്ക. ഇതെന്താ പറയുക, എൻ്റെ കാക്കൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൗൺ കളർ ഡ്രസ്സ്. അതിനേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രസമുണ്ട്, ക്യൂട്ടാ. നമ്മുടെ വിരലിന്റെ അത്രയേ ഉള്ളൂ. വിരലിന്റെ അത്ര ഉള്ളൂ. ഇതാണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു ടിക്ക നല്ല രസം ഉണ്ടാവും ഓരോ. അപ്പം ഇത് 2 വാങ്ങിക്കാം. അത് ഒരേപോലെ കിട്ടിയോ? അതാ അല്ലെങ്കിൽ അടി നടക്കും. ഒരേപോലത്തെ വാങ്ങാൻ പറ്റും. നീ ഒരാളത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് 2 ആൾക്കും കൂടെ ഒരേപോലത്തെ സാധനം. ഗുലാബിന്റെ അതിന് ഓർഡർ ചെയ്താൽ ഇനി എന്തായാലും എത്താൻ പോണില്ല. മറ്റേ ഓർഡർ ചെയ്തില്ല. ഇല്ലടാ, വിട്ടുപോയി. എന്നാ ഇതന്നെ എടുക്കാം. 2 ആളും പറ്റുന്നത് നോക്കുന്നുണ്ട്. ഈ 2 ഷെയ്ഡും ഈ ഒരു അത് പക്ക സാധനമായിരിക്കും. ഇത് നോക്കണം. ഈ ഷെയ്ഡും പിങ്കും കൂടെ പോവാം നമുക്ക്. 2 കൂടെ പിടിച്ചോ. ആ അത് സ്ട്രൈക്ക് കറക്റ്റ്. ഇതല്ല വലുതാണ്, തൊട്ട് ചെറുതേതാ 5 അപ്പം ഇത് നല്ല ലൂസ്. പിന്നെ അത് അതിലുണ്ടാവുമല്ലോ. ഇതൊക്കെ വേറെ കളേഴ്സാണ്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ്. തൊട്ട് ചെറുതല്ല. 5 കിട്ടുമോ? എൻ്റെ വലുത് വേണ്ട വേണ്ട വേണ്ട, അത് ചെറുതാ കയറി. അതിൻ്റെ ഗ്രീൻ ഉണ്ടോ, ലൈറ്റ് ഗ്രീൻ? എൻ്റെ സൈസ് ഇതാണ്. നല്ല ഭംഗിയില്ല കേട്ടോ. ആ ഔട്ട്ഫിറ്റിനൊക്കെ നല്ല രസമുണ്ടാവും. പക്ഷെ നിങ്ങൾക്കുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്, എനിക്കാണ് കിട്ടാത്തത്. കണക്ക് ചുറ്റി കിട്ടിയില്ലേ? അത് കിട്ടി. ഈ ഗ്രീൻ അല്ലേ? ഗ്രീന്. ഈ ഗ്രീനാ എനിക്ക് ഡ്രസ് ഉണ്ടാവില്ല. മറ്റേ കയ്യിലും ഫുള്ള് നോക്ക്. ആ ഇപ്പൊ കറക്റ്റ്.
അത് പറ്റും അത് പറ്റും. കൊള്ളാം. കുട്ടികളെ കൈ പോലെ ഉണ്ട് ഇപ്പൊ. നമ്മളെ ജ്വല്ലറീൻ്റെ അതേ കളേഴ്സ്, സെയിം കളർ. ഞങ്ങളൊന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു, പക്ഷെ മറന്നുപോയി. ഗൈസ് ഇവർക്ക് ഗുലാബിക്കുള്ള ഓള കിട്ടി. നല്ല രസമുണ്ട് കേട്ടോ. ഇതന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അതെ സെയിം കളർ. ആ ജ്വല്ലറി തപ്പിടുന്നാൽ ചിലപ്പോൾ കിട്ടൂല. ഇല്ല, റാൻഡം നോക്കിയപ്പോൾ കിട്ടും. അപ്പൊ അത് ഫിക്സ് ചെയ്ത് ഗൈസ്. ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഒരു ദിവസമൊക്കെ നടക്കും. ഇവരുടെ ഷോപ്പിംഗ് ആണ് ഗൈസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാക്കും വേണ്ട സാധനം കിട്ടി. പിന്നെ ഇനി ഒരു ട്രഡീഷണൽ സിമ്പിൾ ആയിട്ടുള്ള ഇയറിംഗ് കൂടെ എടുത്താൽ ഞങ്ങളത് കഴിഞ്ഞു. ഈ ഇയറിംഗ് ഞാൻ എടുത്ത വയസ്സ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ ഷോപ്പിംഗ് തീർന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തത് ഒരു ജ്വല്ലറീസ്, ഞങ്ങൾ ഗുലാബിൻ്റെ ബോളിവുഡ് നൈറ്റിൻ്റെ ജ്വല്ലറീസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ഈ കല്യാണത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളിങ്ങനെ പ്രിപ്പറേഷൻസിലാണ് ഞങ്ങൾക്ക് വേറെ ചാലഞ്ചസ് ഒന്നും ആലോചിക്കാൻ മാത്രമുള്ള സമയവും ഇല്ല. പിന്നെ നിങ്ങളും കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഇനി കുറച്ച് കാലത്തേക്ക് ചാലഞ്ചസ് ഒന്നും വേണ്ട, കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.